പാംപ്ലാനി പിതാവുണ്ടല്ലോ, പാംപ്ലാനി പിതാവ് പറഞ്ഞ വാചകങ്ങളെ ഇപ്പോൾ ഡിവൈഎഫ്ഐ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. BJP-യുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സഭാ നേതാക്കന്മാർ ഒത്തുതീർപ്പിലേക്ക് വന്നോ എന്ന പലതരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് പലയിടങ്ങളിലും. എന്നാലും ബിഷപ്പ് പാംപ്ലാനിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം. RSSന് കുഴലൂത്ത് നടത്തുകയാണെങ്കിൽ മുള്ളറുടെ അവസ്ഥയായിരിക്കും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ VK സനോജ് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് പാംപ്ലാനി പിതാവിനെതിരെ അന്ന് 300 രൂപ ഓർമ്മിക്കുന്നുണ്ടല്ലോ, 300 രൂപ റബ്ബറിന് ആരാക്കി തരുന്നോ അവർക്കൊപ്പമായിരിക്കും ഞങ്ങളുടെ നിലപാടെന്നാണെന്ന് പണ്ട് പാംപ്ലാനി പിതാവ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ സഭാ നേതൃത്വം ഛത്തീസ്ഗഡിലും ഒഡീഷയിലും നടന്ന ആക്രമണങ്ങളിൽ ശക്തമായി പ്രതിഷേധിച്ച് രംഗത്ത് വരുമ്പോഴും പാംപ്ലാനി പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഡിവൈഎഫ്ഐ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇടയാക്കിയ സാഹചര്യം. VK സനോജാണ് പ്രതികരിച്ചിരിക്കുന്നത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, രൂക്ഷമായ ഭാഷയിലാണ് VK സനോജ് പറഞ്ഞിരിക്കുന്നത്. RSSന് കുഴലൂത്ത് നടത്തുകയാണ് എന്നാണോ ഡിവൈഎഫ്ഐയുടെ ആരോപണം? അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, അതിരൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനമാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ വലിയ രീതിയിൽ ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാർ ഈ RSSന്റെ ശാഖയിലേക്കും തിരിച്ച് RSSന്റെ അരമനയിലേക്ക് RSS നേതാക്കൾ കേക്കുമായി എത്തുന്നത് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയപരമായി, അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവ വികാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ ഉന്നയിച്ചിട്ടുള്ള ഒരു വിമർശനം കൂടിയാണത്. എന്തായാലും ഇപ്പോൾ അത് അതിരൂക്ഷമായ രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി കടുപ്പിക്കുന്ന ഭാഷയിലേക്ക് ആ വിമർശനങ്ങൾ എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ പ്രത്യേകത. ഇപ്പോൾ പറയുന്നത് RSSന് കുഴലൂത്തു നടത്തുകയാണ് ചില ബിഷപ്പുമാർ. പാംപ്ലാനിയുടെ പേര് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ VK സനോജ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്ററുടെ സ്ഥിതി, അതായത് മാർട്ടിൻ നിമോളറുടെ അവസ്ഥ തന്നെയായിരിക്കും ഇത്തരം ബിഷപ്പുമാരെ കാത്തിരിക്കുന്നത്. കാരണം മാർട്ടിൻ നിമോളർ ആദ്യം ഹിറ്റ്ലറുടെ കടുത്ത അനുയായിയായിരുന്നു. പിന്നീട് ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ പിന്നീട് ഈ പറയുന്ന അതിനെതിരായി, അതായത് ആ ഭരണകൂടത്തിനെതിരായി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക്, ഹിറ്റ്ലർക്കെതിരായി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാർട്ടിൻ നിമോളർ എത്തിയിരുന്നു. അതേ അവസ്ഥ ഇവിടെയുള്ള ബിഷപ്പുമാർക്കും സംഭവിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് VK സനോജ് നൽകുന്നത്. എന്തായാലും കടുത്ത ഭാഷയിലേക്ക് ഈ ബിഷപ്പുമാരെ വിമർശിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെ ഡിവൈഎഫ്ഐ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി മോദിക്കും അമിത്ഷായ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ, ബിഷപ്പിൻ്റെ പ്രതികരണം, അത് വിമർശനത്തിനിടയാക്കിയിരുന്നു. ആ ഘട്ടത്തിലും ഡിവൈഎഫ്ഐ അതിശക്തമായ ഭാഷയിലാണ് അതിനെതിരെ പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ഡിവൈഎഫ്ഐയുടെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിനിടയിലാണ് VK സനോജ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് ചേർന്നത്. അർജുൻ കല്യാട്, ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഇവിടെ ചാലിയം ബീച്ചിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ യാത്ര തുടങ്ങിയത് ചാലിയം ബീച്ചിൽ നിന്നാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കാണും, ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. താങ്ക് യു അർജുൻ കല്യാട്.